ശ്രീ ജോർജ് പൊടിപ്പാറ നോക്കൂ, കരുണാകരൻ ധീരനായ ഭരണാധികാരി, ഇന്ദിരാഗാന്ധി ഭാരത മാതാവ്, കെ നായനാരും കെ കരുണാകരനും രാഷ്ട്രീയ ഗുരുക്കൾ. നോക്കൂ, കെ മുരളീധരനെ തോൽപ്പിക്കുന്നു എന്ന് മാത്രമല്ല, മൂന്നാം സ്ഥാനത്ത് എത്തിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി തൃശ്ശൂർ ഇങ്ങെടുക്കുന്നത്. അവിടെ ചെന്നിട്ടാണ്, അതായത് മുരളിയെ തോൽപ്പിച്ച് മുരളി മന്ദിരത്തിലെത്തി ഈ പറയുന്ന പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുമ്പോൾ അതിൽ നിന്ന് എന്താണ് ശ്രീ ജോർജ് പൊടിപ്പാറ താങ്കൾ കാണുന്നത്? നികേഷ്, നമ്മൾ ഈ സുരേഷ് ഗോപിയെ കുറിച്ച് പറയുമ്പോൾ ഒരു പതിവ് രാഷ്ട്രീയക്കാരന്റെ ആ ഒരു ലെവലിൽ വെച്ച് അദ്ദേഹത്തെ വിലയിരുത്തിയിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. അദ്ദേഹം സിനിമാ ഫീൽഡിൽ നിന്ന് വരുന്ന ഒരാളാണ്. ആ സിനിമാ ഫീൽഡിന്റെ ഒരു ഹാങ് ഓവർ അദ്ദേഹത്തിന്റെ ഭാവത്തിലും രൂപത്തിലും അതുപോലെ തന്നെ ശരീരഭാഷയിലും വാക്കുകളിലും എല്ലാം ഉണ്ട്. വളരെ നാടകീയമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പലപ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നമുക്ക് ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒരു കാൽപ്പനികതയുണ്ട്. ഇന്ന് തന്നെ സംസാരിച്ചു അദ്ദേഹം കെ കരുണാകരന്റെ മുരളി മന്ദിരത്തിൽ പോയി പുഷ്പാർച്ചന നടത്തുന്നു. ആ സമയത്ത് കെ കരുണാകരനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഇന്ദിരാഗാന്ധിയെ കുറിച്ച് സ്വാഭാവികമായിട്ട് പറയുന്നു. ഇന്ദിരാഗാന്ധി രാഷ്ട്രത്തിന്റെ മാതാവ് ആണ് എന്ന് പറയുന്നു. ശരിയാണ്, കോൺഗ്രസ് ഒരിക്കലും പ്രയോഗിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ കോൺഗ്രസ് ഇന്ദിര തന്നെ ഇന്ത്യ തന്നെ ഇന്ദിര എന്ന് അന്ന് അടിയന്തരാവസ്ഥക്കാലത്ത് DK ബറുവ പറഞ്ഞതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഒരു പാർട്ടി എന്നുള്ളതിൽ കോൺഗ്രസ് ഒരിക്കലും ഇന്ദിരാഗാന്ധിയെ രാഷ്ട്രമാതാവ് എന്നുള്ള വിശേഷം ഒന്നും കൊടുത്തിട്ടില്ല. രാഷ്ട്രപിതാവായിട്ട് നമുക്ക് മഹാത്മാഗാന്ധി ഉണ്ടെങ്കിലും രാഷ്ട്രമാതാവിന്റെ സ്ഥാനത്ത് 60 വർഷം ഭരിച്ചെങ്കിലും ഈ കോൺഗ്രസ് ഒരാളെയും പ്രതിഷ്ഠിച്ചിട്ടില്ല. ഇന്ദിരാഗാന്ധിയെ രാഷ്ട്രമാതാവെന്ന് അവർ വിശേഷിപ്പിച്ചിട്ടുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് വളരെ കാൽപ്പനികമായിട്ട് ഇന്ന് കെ കരുണാകരന്റെ എന്താ പറയാ അവിടെ പുഷ്പാർച്ചന നടത്തുമ്പോൾ നമ്മുടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന തൃശ്ശൂരിന്റെ MP അല്ലെങ്കിൽ നിയുക്ത MP അതുപോലെ തന്നെ മന്ത്രി പറയുന്നു, കെ കരുണാകരൻ ഇന്ദിരാഗാന്ധി എന്ന ദീപസ്തംഭവുമായി ഏറ്റവും അടുത്ത് നിന്ന് അതിലൂടെ കേരളത്തിന്റെ വികസനത്തിന് ഏറ്റവും വലിയ സംഭാവന അർപ്പിച്ച വ്യക്തിയാണ് കെ കരുണാകരൻ. തീർച്ചയായിട്ടും നെടുമ്പാശ്ശേരി വിമാനത്താവളം പോലെയുള്ള വലിയ വികസന സ്തംഭങ്ങൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. പക്ഷെ അതിനുശേഷം വന്ന മറ്റു പലരും അതുപോലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ പേരിൽ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം കൊച്ചിൻ മെട്രോ ഉണ്ട്, അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖമുണ്ട്. ഒരുപക്ഷെ കേരളത്തിന്റെ മുഖച്ഛായ ഭാവിയിൽ മാറ്റാനിരിക്കുന്ന വിഴിഞ്ഞം തുറമുഖമുണ്ട്, കണ്ണൂർ വിമാനത്താവളമുണ്ട്. അങ്ങനെ വലിയ വലിയ വികസന പ്രക്രിയകൾ അല്ലെങ്കിൽ വികസന നേട്ടങ്ങൾ ഉമ്മൻചാണ്ടിയുടെ പേരിലുണ്ട്. പക്ഷെ അവരൊന്നും അദ്ദേഹം എന്താ പറയാ മരിച്ചിട്ട് അധികകാലമായിട്ടില്ല. കെ കരുണാകരനും ഇന്ദിരാഗാന്ധിയും ഒക്കെ കടന്നുപോയിട്ട് ഒരുപാട് കാലമായി. അതുകൊണ്ട് വർത്തമാനകാല പൊളിറ്റിക്സിൽ കെ കരുണാകരനെ ഉദ്ധരിക്കുന്ന ലാഘവത്തിൽ ഉമ്മൻചാണ്ടിയെ ഉദ്ധരിക്കാൻ പറ്റില്ല. വേറെ വ്യത്യസ്തമായ വിഷയമാണ് ശ്രീ ജോർജ് പൊടിപ്പാറ. എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ഓരോ നേതാവിനനുസരിച്ചാണോ ഒരു രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നയാൾ പ്രതികരിക്കേണ്ടത്? അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. ദുർഗ എന്ന് ഇന്ദിരാഗാന്ധിയെ അന്നത്തെ ജനസംഘത്തിന്റെ ദേശീയ അധ്യക്ഷനായ AB വാജ്പേയി പാർലമെന്റിൽ വിശേഷിപ്പിച്ചു എന്ന് കോൺഗ്രസ് പറയുന്നത് കേട്ടതാണ്, അത് നിരാകരിക്കുന്നതും ഞാൻ കേട്ടതാണ്. അങ്ങനെ അത് സ്ഥാപിക്കാൻ BJPക്ക് സാധിച്ചു. അപ്പോഴാണ് ഭാരത മാതാവ് ദുർഗ എന്ന് വേണമെങ്കിൽ ഒരു പാകിസ്ഥാനോടുള്ള യുദ്ധം ജയിച്ച് നിൽക്കുന്ന വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പക്ഷെ ഇത് ഭാരത മാതാവ് എന്നുള്ളതാണ്. ഇത് BJPക്ക് ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കാനിടയുണ്ടോ എന്നുള്ളതാണ്. ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നത് ഇദ്ദേഹം ഈ രീതിയിലാണ് പ്രയോഗങ്ങൾ നടത്തുന്നത്. ഇങ്ങനെ കാൽപ്പനിക പ്രയോഗങ്ങളും അതുപോലെ തന്നെ നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ ഈ പോയറ്റിക് പ്രയോഗങ്ങളും ഇങ്ങനെ ഒരു എന്താ പറയുക ലൈസൻസും ഇല്ലാതെ ഇങ്ങനെ പ്രയോഗിച്ചുകൊണ്ടിരുന്നാൽ, ഇപ്പൊ ഈ തുടക്കത്തിലെ എന്താ പറയുക മധുവിധ കാലമൊക്കെ തീർന്നു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പാർട്ടിക്ക് പ്രതിസന്ധി സൃഷ്ടിക്കും. പാർട്ടിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ അല്ലെങ്കിൽ പാർട്ടിയെ വല്ലാത്ത എന്താ പറയുക ഡൈലമയിലാക്കുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ പ്രയോഗങ്ങൾ വരും. അത് ഭവിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അദ്ദേഹം കുറെ കൂടി ഒരു മെച്യൂരിറ്റി കാണിക്കേണ്ടതുണ്ട്. ഒരു മന്ത്രി എന്നുള്ള നിലയിൽ, ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ വായിൽ വരുന്നത് എന്തും വളരെ കാൽപ്പനികതയോടുകൂടി വിളിച്ചു പറയുന്നതല്ല ഒരു പക്വതയുള്ള പാകതയുള്ള ഒരു രാഷ്ട്രീയ നേതാവിന്റെ ലക്ഷണം. ഒരുപക്ഷെ സുരേഷ് ഗോപിയെ ജനം ഉൾക്കൊള്ളുന്നതിന്റെ കാരണം അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ പ്രൊഫഷണൽ രാഷ്ട്രീയക്കാരന്റെ കൗശലവും ഇതൊന്നുമില്ലാതെ ഹൃദയം കൊണ്ട് സംസാരിക്കുന്നു എന്നൊരു തോന്നൽ ഇപ്പോഴുണ്ട്. പക്ഷെ അത് ഹൃദയം കൊണ്ടല്ല എന്ന് ഉള്ളൊരു സ്ഥിതിയിലേക്ക് ഏത് നിമിഷവും വേണമെങ്കിൽ വളരാം. പാർട്ടിക്കും ആ രീതിയിൽ അദ്ദേഹത്തെ